ഹായ്, വെൽക്കം ബാക്ക് ടു മെല്ലിസ്കോട്ട് ഫാമിലി. മെല്ലിസ്കോട്ട് ഫാമിലിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിനമാണ് ഇന്ന് നമ്മൾ ലണ്ടൻ സിറ്റി മൊത്തം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒത്തിരി നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, എന്നാലും പപ്പൻ്റെ മമ്മീനെയും കൂട്ടി മെയിൻ ഭാഗങ്ങളിലെല്ലാം തന്നെ ഒന്ന് പോയി കാണാം എന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഡാഡ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ എയർബിഎൻബി എടുത്ത റൂമിൽ നിന്നും ഇവിടെ രാവിലെ ഡാഡ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്നുമാണ് നമ്മുടെ യാത്ര ഇന്നത്തെ ആരംഭിക്കുന്നത്. ഏകദേശം 9 മണിയായപ്പോൾ ഞങ്ങൾ ഡാഡ്ഫോർഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൻ്റെ സമയമൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ നോക്കി വെച്ചിരുന്നു. അപ്പോഴാണ് പുറത്തെ കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന സൈക്കിൾ യാത്രക്കാരുടെ സൈക്കിൾ സെക്യൂറായിട്ട് സൂക്ഷിക്കാൻ പാർക്കിംഗ് പ്ലേസ്. ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേഗം ട്രെയിനിലേക്ക് കയറി. ഡാഡ്ഫോർഡിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബക്കിംഗ്ഹാം പാലസ് കാണാനായിട്ടാണ്. 11 മണിക്ക് ഗാർഡ് ചേഞ്ച് ഉണ്ടായിരുന്നു, അത് കാണണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ട്രെയിൻ എടുത്തത് 9 മണിക്ക്. അങ്ങനെ 1.5 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിലെത്തി. ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഓൾറെഡി ഗാർഡ് ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഭയങ്കര വലിയ ക്രൗഡായിരുന്നു. അതിന് അകത്തേക്ക് പോയി അതൊന്ന് കാണാനായിട്ട് സാധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചതല്ല. ബക്കിംഗ്ഹാം പാലസിൻ്റെ മുമ്പിലുള്ള ഈ ക്രൗഡ് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് ഗാർഡ് ചേഞ്ച് നടക്കുന്ന മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിൽ. ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഗാർഡ് ചേഞ്ച് സെറിമണിയുടെ ആദ്യ ഭാഗങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇച്ചിരി മുമ്പിലേക്ക് പോയി ഈ ഗാർഡ് ചേഞ്ച് സെറിമണിയുടെ എൻഡ് പാർട്ട് കാണാൻ സാധിച്ചത്.
ഞങ്ങൾ ഇന്ന് ആദ്യം തന്നെ ബക്കിംഗ്ഹാം പാലസിലേക്കാണ് വന്നത്. ഇവിടെ ചേഞ്ച് ഓഫ് ഗാർഡ് സെറിമണി ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് വന്നത്. എങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓവർ ക്രൗഡ് കാരണം ഞങ്ങൾക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പോർഷനൊക്കെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ പപ്പായും മമ്മി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബക്കിംഗ്ഹാം കൊട്ടാരം ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ്. ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്ററിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഈ പാലസ് നിർമ്മിക്കപ്പെട്ടത് 1703 ഡ്യൂക്ക് ഓഫ് ബക്കിംഗ്ഹാമിന് വേണ്ടി ബക്കിംഗ്ഹാം ഹൗസ് ആയിട്ടാണ്. പിന്നീട് 1761 കിങ് ജോർജ് മൂന്നാമൻ ഇത് രാജകുടുംബത്തിൻ്റെതാക്കി മാറ്റി. ടോട്ടൽ 775 മുറികളാണ് ഈ കൊട്ടാരത്തിലുള്ളത്. അതിൽ 19 ഒഫീഷ്യൽ റൂംസും 52 മുറികൾ രാജകുടുംബത്തിന് വേണ്ടിയും 188 മുറികൾ ജീവനക്കാർക്ക് വേണ്ടിയും മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. റോയൽ ഫാമിലിയുടെ ഔദ്യോഗിക ചടങ്ങുകൾ എല്ലാം തന്നെ നിർവഹിക്കപ്പെടുന്നത് ഈ കൊട്ടാരത്തിലാണ്. അതായത് അവരുടെ ഒഫീഷ്യൽ സെറിമണീസ്, പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കുന്നതും പഴയ രാജാവിൻ്റെ രാജിവെക്കുന്നതും പ്രധാനമന്ത്രിയുമായി ആഴ്ചതോറും നടക്കുന്ന കൂടിക്കാഴ്ചകൾ എല്ലാം ഈ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലാണ് നടക്കുന്നത്. ബക്കിംഗ്ഹാം പാലസിനോട് ചേർന്നുള്ള സ്റ്റാച്യുവും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്മോൾ ഗാർഡൻ എല്ലാം കണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തേക്ക് തിരിച്ചു. ഇത് ഈ ബക്കിംഗ്ഹാം പാലസിലേക്കുള്ള എൻട്രൻസ് ആണ്. നമ്മൾ ആ സൈഡിൽ നിന്നാണ് അവിടെ വണ്ടി ഇറങ്ങിയിട്ട് നടന്നു വന്നിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത്. ബക്കിംഗ്ഹാം പാലസ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പാർക്ക് സ്റ്റേഷനിൽ ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ പാലസിലേക്ക് പോകുന്നത്. അങ്ങനെ ഗ്രീൻ പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ട്യൂബ് സർവീസ് എടുത്ത് ഞങ്ങൾ നേരെ വെസ്റ്റ് മിനിസ്റ്റർ കത്തീഡ്രൽ കാണാനായിട്ട് പോയി. ബ്രിട്ടനിലെ റോമൻ കാത്തലിക് സഭയുടെ പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണിത്. റോമൻ കാത്തോലിക്ക ആചാരപ്രകാരം ബഹുമാനിക്കപ്പെടുന്ന ഒരു ദേവാലയം. ഇത് ഈ ബാക്ക് സൈഡിൽ കാണുന്നത് വെസ്റ്റ് മിനിസ്റ്റർ കത്തീഡ്രൽ ചർച്ചാണ്. റോമൻ കാത്തലിക്സിൻ്റെ അണ്ടറിലുള്ള ഒത്തിരി പഴക്കമുള്ള ഒരു ചർച്ചാണിത്. അകത്ത് ഇപ്പോൾ ഹോളി മാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അകത്തെ വീഡിയോസ് ഒത്തിരി എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. 1895 നിർമ്മാണം ആരംഭിച്ച ഈ ഒരു കത്തീഡ്രൽ 1903 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഏകദേശം 122 വർഷം പഴക്കമുണ്ട് ഈ ഒരു ചർച്ചിന്. അങ്ങനെ ചർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും സെറാഫിൻ തൊട്ടടുത്തുള്ള മാക്ഡൊണാൾഡ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അങ്ങനെ സെറാഫിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ കയറി ലഞ്ച് കഴിച്ചു. ഈ ഒരു ബിൽഡിംഗ് നോക്കിയാൽ എന്തേറെ ഹൈറ്റിലാണ് ഈ ഒരു ബിൽഡിംഗ്.
ലണ്ടൻ ഒരു മൾട്ടികൾച്ചറൽ നഗരമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നു. നിരവധി ഭാഷകൾ, ആഹാരശൈലികൾ, മതങ്ങൾ എന്നിങ്ങനെയുള്ള ഒരു സമ്മിശ്ര ജീവിതം ഇവിടെ കാണാം. ലോകത്തിലെ തന്നെ ആദ്യ മെട്രോ റെയിൽ സംവിധാനമാണ് ലണ്ടൻ ട്യൂബ് സർവീസ്. UK-ലെ പ്രധാന യൂണിവേഴ്സിറ്റികളായ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടൻ, ഇംപീരിയൽ കോളേജ് ഓഫ് ലണ്ടൻ, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ആൻഡ് കിങ്സ് കോളേജ് ഇവയെല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ അമ്പരചുംബികളിലൊന്നായ ദ ഷാർഡ് എന്ന ബിൽഡിംഗ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനോട് ചേർന്നാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. ഏകദേശം 310 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. 2012 ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായത്. ഏകദേശം 95 നിലകളിലായാണ് ഈ ബിൽഡിംഗ് പ്രവർത്തിക്കുന്നത്. പിരമിഡ് ആകൃതിയിലുള്ള ഈ ബിൽഡിംഗ് ഈ ലണ്ടനിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആകർഷണമാണ്. ഞങ്ങളിപ്പോൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ മുകളിൽ കൂടെയാണ് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് വന്ന ആ രത്നം ഇവിടെ എവിടെയോ ആണ് വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇതിന്റെ അടിയിൽ കൂടെ തേംസ് വെക്കുന്നുണ്ട്. കുറെ വലിയ കപ്പലുകളും ചെറിയ ബോട്ടുകളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ലണ്ടനിലെ തേംസ് നദിയുടെ കുറുകെ നിലകൊള്ളുന്ന ഒരു ബ്രിഡ്ജാണ് ടവർ ബ്രിഡ്ജ്. ലണ്ടനിലെ ഏറ്റവും അറിയപ്പെടുന്ന ഐക്കോണിക് സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്. 1886 ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത്. 1894 ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. വളരെയധികം പ്രത്യേകതകളുള്ള ഈ പാലത്തിന് 2 വശത്തും വലിയ ടവറുകളുണ്ട്. പാലത്തിന്റെ നടുവിലുള്ള ഭാഗം ബാസ്ക്യൂൾ എന്നറിയപ്പെടുന്നു. 2 പിളർന്ന് മുകളിലേക്ക് ഉയരുന്ന സംവിധാനം. വലിയ കപ്പലുകൾ കടന്നു പോകുവാൻ വേണ്ടി ഇവ മുകളിലേക്ക് ഉയരാറുണ്ട്. സസ്പെൻഷൻ പാലങ്ങൾ അഥവാ ഇരട്ട ടവറുകൾ തമ്മിൽ കേബിളുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. ഈ പാലത്തിന്റെ മുഴുവൻ നീളം ഏകദേശം 244 മീറ്റർ ആണ്. ഇതിന്റെ ഉയരം ഏകദേശം 65 മീറ്ററും. നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കൊഹിനൂർ രത്നം ബ്രിട്ടീഷ് ക്രൗൺ ജുവൽസിന്റെ ഒപ്പം ഈ ടവർ ഓഫ് ലണ്ടനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സറാഫിനെ ഐസ്ക്രീം അടിച്ചു തരാം, പനി മാറി കേട്ടോ. കുട്ടികളായിട്ടിരുന്നാൽ മതി. ഓക്കെ. ആ ടവർ ബ്രിഡ്ജിനടുത്ത് തന്നെയുള്ള ലണ്ടൻ ഐ മറ്റൊരു പ്രധാന ആകർഷണമാണ്.
ലണ്ടന്റെ ആധുനിക മുഖചിത്രം എന്നാണ് ഈ ലണ്ടനായി അറിയപ്പെടുന്നത്. തേംസ് നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1998 നിർമ്മാണം ആരംഭിച്ച് 2000 ന്യൂ ഇയർ ദിനത്തിലാണ് ഇത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. ലണ്ടനയുടെ ഉയരം ഏകദേശം 135 മീറ്ററാണ്. ഇതിൽ ആകെയുള്ളത് 32 ക്യാപ്സ്യൂളുകളാണ്. ഓരോ ക്യാപ്സ്യൂളിലും 25 പേർക്ക് വരെ ഇരിക്കാം. ഓരോ സന്ദർശകനും അവർ അനുവദിച്ചു തരുന്ന സമയം 30 മിനിറ്റാണ്. ഏകദേശം 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ കയറിയാൽ കാണാൻ സാധിക്കും. സമയപരിമിതി മൂലം ഞങ്ങൾ ലണ്ടനയിൽ കയറിയില്ല. അപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായിരുന്നു. ഉടനെ തന്നെ ഞങ്ങൾ ഈസ്റ്റ് ഹാമിലേക്ക് പോയി അവിടുത്തെ മലയാളി റെസ്റ്റോറൻ്റായ നവരുചിയിൽ നിന്ന് ഫുഡും കഴിച്ചു. ഞങ്ങളുടെ 2ാം ദിവസത്തെ ലണ്ടൻ യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബൈ. ഇതിലൂടെ പോകുന്നേ ക്രോസ് ചെയ്ത് നോക്കി പോകണം. വെടി കൊള്ളാതെ ചിലപ്പോൾ വെടി വരാൻ സാധ്യതയുണ്ട്.